മധ്യപൂർവേഷ്യയെ വീണ്ടും കത്തിപ്പടരുന്ന ഒരു ആഗോള യുദ്ധക്കളമാക്കി മാറ്റിക്കൊണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന കൃത്യതയാർന്ന ഡ്രോൺ പ്രത്യാക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള ഏറ്റവും സുരക്ഷിതവും അതീവ രഹസ്യവുമായ അമേരിക്കൻ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ പോലും വളരെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ഇറാന് സാധിച്ചത് വാഷിംഗ്ടണിനെ വൻ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ അപ്രതീക്ഷിത ആക്രമണങ്ങളുടെ ആഘാതത്തിൽ നിന്നും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ ഇനിയും പൂർണ്ണമായി മുക്തരായിട്ടില്ല. സാധാരണഗതിയിൽ പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെ ശക്തമായ രഹസ്യ സഹായമുണ്ടോ എന്ന കാര്യത്തിലാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി ആക്രമണം നടത്താൻ ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ റഷ്യ ചോർത്തി നൽകിയോ എന്ന സംശയമാണ് വാഷിംഗ്ടണിൽ ശക്തമായിരിക്കുന്നത്. US രഹസ്യാന്വേഷണ വിശകലന വിദഗ്ധർ നിലവിൽ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആക്രമണങ്ങൾക്കായി മോസ്കോ ഇറാന് ടാർഗറ്റിംഗ് ഡാറ്റ, അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കൃത്യതയാർന്ന ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റങ്ങൾ എന്നിവ കൈമാറിയിട്ടുണ്ടോ എന്നതാണ് പ്രധാന അന്വേഷണ വിഷയം. സൗദി അറേബ്യയിലെയും ഇറാഖിലെയും തന്ത്രപ്രധാനമായ CIA താവളങ്ങളാണ് ഇറാന്റെ പ്രാഥമിക ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ രഹസ്യാന്വേഷണ ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം US സൈന്യത്തിന് നിസ്സാരമായി കാണാൻ കഴിയില്ല. മോസ്കോയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അന്തിമ നിഗമനങ്ങളിലൊന്നും US അധികൃതർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ലഭിക്കുന്ന തെളിവുകൾ വൻ ആശങ്കകളാണ് നൽകുന്നത്. അന്വേഷണം പുരോഗമിക്കും തോറും ഇറാന്റെ സൈനിക നീക്കങ്ങളിൽ റഷ്യൻ കരങ്ങളുടെ സാന്നിധ്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഈ അന്വേഷണം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് മോസ്കോയും ടെഹ്റാനും തമ്മിൽ അതിവേഗം ശക്തിപ്പെടുന്ന അച്ചുതണ്ടിന്റെ അപകടകരമായ വളർച്ചയിലേക്കാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനും റഷ്യയും ഇറാനും സംയുക്തമായി നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സഹകരണത്തെ ആഗോള നിരീക്ഷകർ വിലയിരുത്തുന്നത്. വർദ്ധിച്ചു വരുന്ന ഈ സൈനിക സഹകരണം നിലവിൽ മധ്യപൂർവേഷ്യയിലുടനീളം പുകയുന്ന യുദ്ധാന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ റഷ്യയുടെ ഈ പരോക്ഷ ഇടപെടൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതി പോലും ഉയർത്തുന്നുണ്ട്. അമേരിക്ക വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റഡാറുകളെയും ആകാശ പ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിച്ചാണ് ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് എന്നത് അമേരിക്കൻ ശാസ്ത്ര സൈനിക ലോകത്തെയും ചിന്തിപ്പിക്കുന്നുണ്ട്. കേവലം സാധാരണ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇത്തരമൊരു കൃത്യത കൈവരിക്കാൻ കഴിയില്ലെന്നും ഇതിനു പിന്നിൽ ശക്തമായ ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ പിന്തുണയുണ്ടെന്നും റഡാർ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. പശ്ചാത്തലത്തിൽ ഉക്രൈൻ യുദ്ധവും പാശ്ചാത്യ ഉപരോധങ്ങളും നിലനിൽക്കുന്നതിനാൽ അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ റഷ്യ കാത്തിരിക്കുകയായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഉക്രൈന് അമേരിക്ക നൽകുന്ന ആയുധ സഹായത്തിന് പകരമായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ റഷ്യ ഇറാന് സാങ്കേതിക വിദ്യ കൈമാറുന്നു എന്ന സിദ്ധാന്തത്തിന് ഇതോടെ ബലം ലഭിക്കുകയാണ്. ഒരു കാലത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്ന ഗൾഫ് മേഖലയിൽ ഇപ്പോൾ CIA കേന്ദ്രങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. CIA പ്രവർത്തന ശൃംഖലയെയും വാർത്താവിനിമയ താവളങ്ങളെയും വൻതോതിൽ തകരാറിലാക്കാൻ ഇറാന്റെ ഈ പ്രത്യാക്രമണത്തിന് സാധിച്ചു എന്നത് നിസ്സാര കാര്യമായി തള്ളിക്കളയാൻ കഴിയില്ല. സൗദി അറേബ്യയിലെയും ഇറാഖിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ ആക്രമണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പല താവളങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഉദ്യോഗസ്ഥരെ കൂടുതൽ സുരക്ഷിതമായ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന തിരക്കിലാണ് വാഷിംഗ്ടൺ. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രത്യാക്രമണം കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന അമേരിക്കൻ നീക്കങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന തെളിവ് കൂടിയാണ്. തങ്ങളുടെ മണ്ണിലോ തന്ത്രപ്രധാന മേഖലകളിലോ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്ക് സമാനമായി വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ ഈ ആക്രമണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. റഷ്യൻ അധിഷ്ഠിത ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റമായ ഗ്ലോനാസ് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സഹായകരമായി മാറിയോ എന്നതും അന്വേഷണ സംഘം സവിശേഷമായി പരിശോധിക്കുന്നുണ്ട്.
GPS സിഗ്നലുകൾ അമേരിക്ക തടസ്സപ്പെടുത്തുമ്പോൾ പകരം റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി വഴി കണ്ടെത്തി ആക്രമണം നടത്താൻ ഇറാന് ഇതിലൂടെ സാധിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അത്യാധുനിക സൈനിക കൂട്ടുകെട്ട് മധ്യപൂർവേഷ്യയിലെ പരമ്പരാഗത ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ പാടെ മാറ്റിമറിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ അതിജീവിച്ച് ടെഹ്റാൻ കൈവരിക്കുന്ന ഈ സൈനിക മുന്നേറ്റം മേഖലയിലെ അമേരിക്കൻ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാൻ കാരണമാകും. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ സംഭവം വലിയ രീതിയിലുള്ള വിചാരണകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സ്വന്തം രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യം അമേരിക്കൻ കോൺഗ്രസിലും ഉയർന്നു കഴിഞ്ഞു. ഇറാഖിലെയും സൗദി അറേബ്യയിലെയും ഭരണകൂടങ്ങളും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. തങ്ങളുടെ മണ്ണ് വിദേശ ശക്തികളുടെ പ്രത്യാക്രമണ ഭൂമിയായി മാറുന്നത് തടയാൻ അവർക്ക് കഴിയുന്നില്ല. അമേരിക്കൻ അന്വേഷണം പൂർത്തിയായി റഷ്യയുടെ പങ്ക് ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ടാൽ മോസ്കോയ്ക്കെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ വാഷിംഗ്ടൺ മുതിരും. ആത്യന്തികമായി പാരസ്പരിക പ്രതികാരാക്രമണങ്ങളുടെയും രഹസ്യ സൈനിക സഖ്യങ്ങളുടെയും നടുവിൽപ്പെട്ട് മധ്യപൂർവേഷ്യ വീണ്ടും ഒരു ദുരന്ത മുഖത്തിലേക്ക് നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് സമാധാന ശ്രമങ്ങൾ നടത്താൻ വൈകുന്ന ഓരോ നിമിഷവും ഈ പ്രാദേശിക പോരാട്ടം വിനാശകരമായ ഒരു ആഗോള യുദ്ധമായി പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ബലപ്രയോഗങ്ങൾക്കും ഭീഷണികൾക്കും പകരം ശാശ്വതമായ സമാധാനാന്തരീക്ഷം സംജാതമാക്കാൻ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുക മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിലുള്ള ഏക വഴി.